എന്നിട്ട് നോക്ക്. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈ ഇരുട്ടത്ത് ഞാൻ എവിടെ പോയിട്ട് വരണമെന്നറിയോ? നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴിക്കുട്ടികളുണ്ടായിരുന്നു. സാധാരണ നമ്മൾ രാവിലെ അവരെ തുറന്നു വിട്ടാൽ ഒരു ഇരുട്ടാകുമ്പോഴത്തേനും അവർ വന്ന് വീട്ടിൽ വന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുന്നതെല്ലാം തിന്ന് കൂട്ടിൽ കയറലാണ് പതിവ്. ഇന്ന് ഇരുട്ടായിട്ടും 2 കോഴിക്കുഞ്ഞുങ്ങളെ വന്നുള്ളൂ, ബാക്കി ഒന്നിനും കാണാനില്ല കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നാൽ എവിടെയെങ്കിലും ഇങ്ങനെ വഴിതെറ്റി നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തിരഞ്ഞ് നോക്കാൻ പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. കുറേ നേരം തിരഞ്ഞു. ഞാൻ മാത്രമല്ല, നമ്മുടെ കോമ്പൗണ്ടിലുള്ള കുറേ കുട്ടികൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ തിരഞ്ഞിട്ടും നമുക്ക് കോഴിക്കുഞ്ഞിന് കാണാൻ പറ്റിയില്ല. അതെവിടെ പോയി. മൊത്തത്തിൽ 4 കുഞ്ഞുങ്ങളെയാണ് കേട്ടോ ഒരു ദിവസം കൊണ്ട് കാണാതായത്. ശരി, ഇനി ബാക്കിയുള്ള 2 നമുക്ക് കൂട്ടിൽ അടയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് കയറി വന്നതാണ്. ഞാൻ എത്ര വിളിച്ചിട്ടും കോഴിക്കുട്ടികൾ വരുന്നില്ല. സാധാരണ നമ്മളിങ്ങനെ എന്തെങ്കിലും തിന്നാനിട്ട് കൊടുക്കുന്നത് പാത്തുക്കുട്ടി അച്ചുക്കുട്ടനൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ കണ്ടാൽ തന്നെ വൈകുന്നേരം അവരുടെ തോളത്തൊക്കെ കയറി നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഞാൻ വന്ന് വിളിച്ചിട്ടും അവർ വരുന്നില്ല കേട്ടോ. അത്രയും പേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നായോ ഒക്കെ മറ്റുള്ളതിനെ പിടിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. അങ്ങനെ ഞാൻ വിഷമത്തോടെ വീട്ടിനുള്ളിൽ കയറി വന്നു. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ പാത്തുക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. അച്ചൂട്ടൻ ഹോംവർക്ക് ചെയ്യായിരുന്നു. ഞാൻ വരുമ്പോഴത്തേനും പാത്തുക്കുട്ടി എണിച്ച് ഭയങ്കര ബഹളമായിരുന്നു വീട്ടിൽ. എന്നെ കാണാത്തതും പിന്നെ ഉറങ്ങി എണിച്ചിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ മക്കൾക്ക് ഭയങ്കര വിഷമമായിരിക്കില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബഹളം ഉണ്ടായിരുന്നു. പിന്നെ അത് പോരാത്തതിന് എന്നെ കണ്ടത് അവൾ ചോദിച്ചത് കേക്ക് ഉണ്ടാക്കിയോ എന്നാണ്. കാരണം ഉച്ചയ്ക്ക് അവൾ ഉറങ്ങാണ്ട് ഭയങ്കര ഇങ്ങനെ ഷാടിയും പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങി എണിക്കുമ്പോഴത്തേനും അമ്മ കേക്ക് ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ കാര്യങ്ങൾ തിരക്കിൽ പെട്ട് ഓഫീസിൽ പോക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ മറന്നുപോയി. വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ ഈ കോഴിയുടെ പിന്നാലെ നടക്കലും ഒക്കെ ആയിട്ട് ഞാൻ ശരിക്കും ആ കാര്യമേ മറന്നിട്ടുണ്ടായിരുന്നു. ഇവൾ ചോദിച്ചപ്പോഴാണ് എനിക്കതിൻ്റെ ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ കുട്ടികൾ ചോദിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിലും ഒരു സങ്കടമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കുട്ടികളോട് പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് നമ്മളോട് പിന്നെ ഒരു വിശ്വാസം ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന കാര്യത്തിലോട് ഒരു വിശ്വാസം ഉണ്ടാവില്ല. അവരുടെ ആ മനസ്സിൽ നിന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് ഇല്ലാതെയാവും, മാഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ കൂടെ പാത്തുക്കുട്ടി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ പറയണത് ഉമ്മ ഞാൻ ഹെൽപ്പാക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും അത് എങ്ങനത്തെ ഹെൽപ്പാണെന്നുള്ള കാര്യം ഉമ്മമാരായ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഒരു പണിക്ക് 2 പണി ഉണ്ടാക്കി വയ്ക്കലാണ് പതിവ്. അങ്ങനെ ഞാൻ അവളോട് കൂടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകും. നേരത്തെ തന്നെ പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം വെച്ച കാര്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലാതെ പഞ്ചസാര അതിലേക്ക് ഇട്ടതും നന്നായി അങ്ങോട്ട് പുകഞ്ഞു വന്നു കേട്ടോ. കരിഞ്ഞു പോയി വിചാരിച്ചു, പക്ഷെ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യം പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ അവളും ഞാനും പിന്നെ അച്ചുക്കുട്ടനുണ്ടായിരുന്നു. അച്ചുക്കുട്ടാക്കും പാത്തുക്കുട്ടിക്കും ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കുക്കിങ്ങൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കൂടുതൽ വീഡിയോസിലൊക്കെ അവരുണ്ടാവാറുണ്ട്. ഇന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചുക്കുട്ടാക്ക് സ്കൂളിൽ കുറേ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവനങ്ങനെ അടുക്കളയിൽ തന്നെ ഒരു ഭാഗത്ത് ചെയറിട്ടിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിലും അവനെ ഞാൻ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇന്ന് അവനക്ക് പഠിക്കാനുള്ളത് ഡിവിഷനാണ് കേട്ടോ. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അതിൻ്റെ ബേസിക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പാതിയും തലയും ഇവിടെയാണ്, ബാക്കി കുറച്ച് ഭാഗം മാത്രമേ ബുക്കിലുള്ളൂ. അങ്ങനെ പാത്തുക്കുട്ടിയും ഞാനും കൂടിയിട്ട് കുറേ പരത്തിയിട്ട് ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുട്ടികളായിട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? എനിക്കിതിൻ്റെ മറന്നു പോകും. നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം മറന്നു പോകും. ഇടയിൽ അവൾ 100,000 ചോദ്യം ചോദിക്കും. അവൾ ഓരോന്ന് എടുത്തിട്ട് പോകും. അങ്ങനെ ഏകദേശം ഞാൻ ഇന്ന് വലിയ പ്രശ്നമില്ലാതെ ഞാൻ എല്ലാം ഓർഡർ പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മറന്നത് നമ്മുടെ അവൻ പ്രീ ഹീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കേക്ക് ട്രേയിൽ എല്ലാം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുക്കും എന്നാലും സാരില്ല എന്ന് വിചാരിച്ച് അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓണാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനേക്കാളും വലിയ പണി കിട്ടി. എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ അവൻ ഓണാവണില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. രാവിലെയും കൂടെ നമ്മൾ ഉപയോഗിച്ചതാണ്, എന്താണെന്നറിയില്ല കേട്ടോ. പിന്നെ ഞാനൊരു ഭദ്രകാളിയായി കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴി പോയതിൻ്റെ സങ്കടം, നിലവിളി, അച്ചുക്കുട്ടനെ പഠിപ്പിക്കാൻ പറ്റണില്ല. അതിനിടയിൽ കൂടെ നമുക്ക് രാത്രി ഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ അവനും കൂടെ കേട് വന്നില്ലേ, ഇനി പറയേ വേണ്ട. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത് എന്ത് ചെയ്യും, നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ല. ഞാൻ കുക്കറിൽ കേക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ വലിയ ചെമ്പ് വെച്ച് അതിൽ ഞാൻ അങ്ങനെ കേക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ അടുപ്പിൽ വെച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കണ സ്റ്റാൻഡ് കാണാനില്ല. അതൊരു തെരുക്ക് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ, പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കില്ലേ, അങ്ങനത്തെ ഒരു സാധനം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഈ സാധനം അത് തിരഞ്ഞ് ഞാൻ വീട് ചുറ്റും നടന്നു. വീട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് തിരഞ്ഞു നോക്കി. കുറേ സമയം അങ്ങനെ പോയി. അവസാനം സോഫയും എല്ലാം വലിച്ചു വാരി ഇട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ അടിയിൽ കുറേ സാധനങ്ങൾ കിട്ടി എനിക്ക് അതിനകത്തുനിന്ന്. ഈ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത്. എന്നിട്ടും ഭയങ്കര ഡസ്റ്റായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. മക്കളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ
കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. പ്രതീക്ഷിക്കാതെയാണ് നമുക്കൊരു സ്റ്റൗവ് എൻ്റെ ഒരു ബർണർ നമുക്ക് കേക്കിന് വേണ്ടി കൊടുക്കേണ്ടി വന്നത്. ഞാനെന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ രാത്രിക്ക് ഡിന്നറിന് ചപ്പാത്തിയും കടലക്കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഒന്നിൽ ചുടുമ്പോൾ ഒന്നിൽ കറിയാകും. കേക്കാണെന്നുണ്ടെങ്കിൽ അവനിലാണല്ലോ, അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ഈസി ആയിട്ട് പണി തീരുന്നതാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ഒരു അടുപ്പ് കേക്കിന് വേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടി വന്നു. ഇനി ഒരൊറ്റ ഒരു ബർണറിൽ വേണം നമ്മുടെ കറിയൊക്കെ വെക്കാൻ. ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല കളറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കരിഞ്ഞു പോകാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ കടലക്കറി മുട്ടക്കറി ഒന്നും വെക്കാനുള്ള നേരമില്ല, തേങ്ങ അരയ്ക്കാനും ഒക്കെ ഉള്ള അതിനൊക്കെ സമയം വേണം. പിന്നെ അച്ചുക്കുട്ടനാണെങ്കിൽ മിക്സിയുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവനെ ബഹളം വയ്ക്കാണ്ട് അവനെ പഠിക്കണതിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനതങ്ങനെ വിട്ടു. വേഗം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയാണ്. സോ നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാം കേട്ടോ. അത് ടക്ക് തന്നെ വേഗം പണി തീരും. പിന്നെ എല്ലാത്തിനും നമുക്ക് ചപ്പാത്തിക്ക് കോമ്പിനേഷനാണല്ലോ. ദെൻ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് മസാല ഇപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നമുക്ക് കേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മസാല ഉണ്ടാക്കാനുള്ള പരിപാടി കഴിഞ്ഞതും നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ചപ്പാത്തി പരത്താൻ. സോ അതെല്ലാം വേണ്ടിയിട്ട് വേഗം നമ്മളതെല്ലാം ടക്ക് തന്നെ എല്ലാം ഒതുക്കി വെച്ചിട്ടോ. ഇങ്ങനെയുള്ള ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ തന്നെ ഒരു 100 പണി തീർന്ന മാതിരിയാണ്. പിന്നെ ഈ ചപ്പാത്തി പരത്തലൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നമായി തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകളൊക്കെ എടുത്തിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ ആ രാവിലേക്കും കൂടി ചേർത്തി ഉണ്ടാക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലേക്ക് ചപ്പാത്തി അങ്ങനെ കേടുവരില്ല. നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് എണിച്ച് അങ്ങനെയുള്ള കുറച്ച് ഈസി ആയിരിക്കും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ, രാവിലെ തന്നെ ആ പരിപാടി തീർക്കുമല്ലോ. അങ്ങനെ ഞാൻ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സോഫയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേനും വാപ്പി വന്നിട്ടുണ്ട്. വാപ്പി വന്നതും വാപ്പി ആകെ നോക്കുകയാണ്, എന്താണ് സോഫയ്ക്ക് ഇങ്ങനെ കിടക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി. വാപ്പീൻ്റെ വിചാരം നമുക്കിങ്ങനെ ജനലും വാലൊക്കെ തുറന്നിട്ടാൽ അരണക്കാളി വീട്ടിൻ്റെ ഉള്ളിൽ കയറി വരുവേ. അപ്പോൾ വന്നാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്, എവിടെയെങ്കിലുമൊക്കെ അത് നിൽക്കും. പല്ലി അരണക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, അലമാരയുടെ ഉള്ളിലൊക്കെ കയറും. അപ്പോൾ അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു സാറിൽ ഞാൻ തന്നെ റെഡിയാക്കാളാന്ന്. അങ്ങനെ ഞാൻ പിന്നെ ചപ്പാത്തി പരത്താനൊക്കെ നിന്നു. അപ്പോൾ രാത്രി നമുക്ക് കേക്ക്, ചപ്പാത്തി, പിന്നെ ഉരുളക്കിഴങ്ങ് മസാലയാണ് കേട്ടോ. പിന്നെ കുറേ നേരം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് വാപ്പി വരുമ്പോൾ വാപ്പി മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വാപ്പിയുടെ സ്പീച്ച് എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ അത് മാത്രമല്ല വാപ്പി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, അതെല്ലാം നോക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് കൂടുതലും സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ കുട്ടികളോട് കുറച്ചുകൂടെ കൂടുതൽ സമയം നിൽക്കാം, അങ്ങനെയൊക്കെ. പക്ഷെ അതെല്ലാം താറുമാറായി. എങ്കിലും നല്ല സ്മൂത്തായിട്ട് നമ്മുടെ കേക്ക് പരിപാടിയും ഡിന്നർ പരിപാടിയൊക്കെ കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ കേക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. ഈ ബനാന വെച്ചിട്ട് ബനാന ബ്രെഡ് അല്ലെങ്കിൽ ബനാന കേക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. നമുക്ക് അവനും വേണ്ട, ബീറ്ററും വേണ്ട, ജസ്റ്റ് ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉണ്ടായാൽ മതി, നമുക്ക് സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ മധുരമൊക്കെ വളരെ കുറച്ചിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുക, കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട്. പിന്നെ വാപ്പിയാണെങ്കിൽ ചായക്കും ഒന്നിനും മധുരം ഇടാത്ത ഒരാളാണ്. സോ നമ്മുടെ കേക്ക് ഞാൻ നോർമൽ മധുരത്തിലാണ് കേട്ടോ ഉണ്ടാക്കുക കുട്ടികൾക്ക് എല്ലാവർക്കും. സോ നമ്മുടെ കേക്ക്, ചപ്പാത്തി, പിന്നെ നമ്മുടെ മസാലക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ വളരെ നല്ല സ്മൂത്തായിട്ട് നല്ല സൂപ്പർ ഡിന്നറായിരുന്നു കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കേക്ക് എങ്ങനെയുണ്ടെന്ന് സൂപ്പറായിട്ടില്ലേ? ഞാൻ ശരിക്കും കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിനിടയിൽ പിന്നെ ഞാൻ ഞാനും അച്ചുകൂട്ടനും കൂടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ചുകൂട്ടൻ പിന്നെ എല്ലാം തന്നെ പോലെ ചെയ്തു, അവൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഭയങ്കര നല്ല ഹെൽപ്ഫുള്ളാണ് മക്കൾ. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണം എന്നൊക്കെ തോന്നും. അച്ചുകൂട്ടനെ സഹായിക്കണേക്കാളും അവനെ ദ്രോഹിക്കലാണ് പാത്തുക്കുട്ടിയുടെ പ്രധാന ഹോബി. പിന്നെ ഞങ്ങളതെല്ലാം അറേഞ്ച് ചെയ്ത് ഭക്ഷണം കഴിക്കാമെന്ന്. പാത്തുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം. കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തതിന് അവളെനിക്ക് കുറേ ഉമ്മയൊക്കെ തന്നു. പിന്നെ അവളുടെ കയ്യിൽ കുറേ കുട്ടി ബൊമ്മകളുണ്ട്. അവരെയൊക്കെ ചുറ്റും ഇരുത്തിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കേക്ക് മുറിച്ചത്. ഇതുണ്ടോ, കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 1.5 കപ്പ് മൈദയും 1/2 കപ്പ്
പഞ്ചസാര 3/4 കപ്പ് പഞ്ചസാര മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈന്തപ്പഴം കുറച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് മധുരം അതിലൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് പോകും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാതിരി നല്ല സൂപ്പർ കേക്ക് തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രാത്രി തന്നെ 3/4 ഭാഗം തീർന്നു. ഞങ്ങൾ പിന്നെ ചപ്പാത്തിയൊക്കെ പിന്നെ കഴിച്ചുള്ളൂ. കേക്കായിരുന്നു കൂടുതൽ കഴിച്ചത് എല്ലാവർക്കും. അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട നല്ല ഒരു ഡിന്നറായിരുന്നു. നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്തുക്കുട്ടി ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ കുറേ ഇങ്ങനെ റോളുകൾ, നമ്മുടെ ലേബലിൻ്റെ റോളുകളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടാരം, ഇതിൻ്റെ പേര് കൂടാരം എന്നാണ്. കൂടാരം അല്ലെങ്കിൽ കൊട്ടാരം എന്നൊക്കെ പറയും കേട്ടോ. പാത്തുക്കുട്ടി തന്നെ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യണത് കുട്ടികൾക്ക് നല്ലതാണെന്ന് ഞാൻ മോണ്ടിസോറി ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. ശരിയാണോ ഇല്ലയെന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. കാരണം അവർക്ക് ഇങ്ങനെ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും എന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പ്രാവശ്യം പാത്തുക്കുട്ടി ചെയ്ത് ചിലതൊക്കെ നേരാവും, ചിലതൊക്കെ താഴ്പോവും. എന്നാലും അവൾ മെനക്കെട്ട് ചെയ്യും. ഭയങ്കര സന്തോഷം. അതിൻ്റെ ഇടയിൽ ടി വിയിൽ പാട്ട് കേട്ടപ്പോൾ അവളുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോയത് കാരണം അവളുടെ കൂടാരം അല്ലെങ്കിൽ കൊട്ടാരം നിലത്ത് വീണു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാപ്പി വരുമ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ പിച്ചി പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാനുള്ള ആദ്യം മെല്ലെയാണ് തുടങ്ങിയത്. പിന്നെ അച്ചുക്കുട്ടനും കൂടെ കൂടിയിട്ട് അതിനിങ്ങനെ വലിച്ച് കീറി എടുത്തു വിട്ടു. അതിനകത്ത് എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷയിൽ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അവസാനം അവർ രണ്ടുപേരും കൂടി പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം കണ്ടുപിടിച്ചു. ഇത് നല്ല ഭംഗിയുള്ള ഒരു വാൾ ഫ്രെയിമാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലിങ്ങനെ ചുമരിൽ ആണിയടിക്കാനോ സ്ക്രൂ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്കതിനെ ഭദ്രമായി എടുത്തു വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പാത്തുക്കുട്ടി അതിനെ ഇങ്ങനെ പേനൊക്കെ വെച്ച് കുത്തി വരച്ച് കൂടുതൽ ഭംഗിയാക്കി തരും. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.